ആദ്യം നമ്മൾ ലോഗോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ക്രോം ബ്രൗസർ പോവുക, ഗൂഗിൾ ക്രോം പോവുക. ഗൂഗിൾ ക്രോം പോയിട്ട് ലോഗോ മേക്കർ ദ ബോത്ത് എന്നാണ് അതിൽ അത് ക്ലിക്ക് ചെയ്യുക. അതിൽ ഇതാ ഫസ്റ്റ് വരുന്നത് തന്നെ ഫ്രീ ഓൺലൈൻ ലോഗോ മേക്കർ അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം ഒരു റെഡിൽ സ്റ്റാർട്ട് ഡിസൈനിങ് നൗ എന്ന് പറഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ഫുള്ളും ഫ്രീ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ സ്റ്റാർട്ട് ഡിസൈനിങ് നൗവിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നേരെ ആ ലോഗോ മേക്കിങ്ങിൻ്റെ അതിലേക്ക് തന്നെ നേരെ പോകും. നെറ്റ് സ്ലോ ആണോ? നെറ്റ് സ്ലോ ആയതുകൊണ്ട് വരാത്തത്. സ്റ്റാർട്ട് ഡിസൈനിങ് നൗവിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഇതോണായി വരും. ഈ ഫസ്റ്റ് ആണ് ഈ റോബോട്ടിൻ്റെ ഇത് നമുക്കൊരു ഡെമോ കാണിച്ചു തരുന്നതാണ്. ഡെമോ ലോഗോയാണ്. ഇത് കളയാനായിട്ട് ഇവിടെ ഉണ്ട് ന്യൂവിൽ വന്ന് ക്ലിക്ക് ചെയ്യുക. യെസ് കൊടുക്കുക. യെസ് കൊടുത്ത് അത് ഫുള്ള് പോയി. ഇനി നമുക്ക് പുതിയൊരു ലോഗോ ഉണ്ടാക്കാനാണെങ്കിൽ അവിടെ ഒരു ആഡ് സിമ്പിൾ എന്നാണല്ലേ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് കുറേ ലോഗോസ് വരുന്നുണ്ട്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു കാറ്റഗറി സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ കാറ്റഗറി എന്താ ഈ വെബ് എന്നില്ല, ഈ വെബ് എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്യുന്നു. അതിൽ ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും എടുക്കുക. നിങ്ങളെ കമ്പനിക്ക് അനുസരിച്ചുള്ള ലോഗോ സെലക്ട് ചെയ്യുക. ഞാൻ ഇത് സെലക്ട് ചെയ്യുന്നു. നമ്മളെ സെലക്ട് ചെയ്തതിന് തന്നെ ഇവിടെ വരേണ്ടതാണ്. പക്ഷേ എന്താ അറിയില്ല, ഇന്ത്യയിലെ നെറ്റിന്റെ പ്രോബ്ലം ആയതുകൊണ്ട് കുറച്ച് ലാഗായി. ഇനി ഇതിൻ്റെ ഉള്ളിലത്തെ കളറോ അല്ലെങ്കിൽ ആ സിമ്പിളോ എന്തെങ്കിലും കളയാനാണെങ്കിൽ ഇതെടുത്തിട്ട് ഈ ഐ ബട്ടൺ കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മളെ ലോഗോ കുറച്ചും കൂടി യുണീക്ക് ആക്കണമെങ്കിൽ വേറൊരു ആഡ് സിമ്പിൾ കൊടുത്തിട്ട് അതിൻ്റെ ഒപ്പം എന്താ ഷോപ്പിംഗ് ബൾബ് കൊടുക്കുക. രണ്ടത്തിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്ന ലോഗോ. ഇനി നമുക്ക് ഇതിൻ്റെ എന്തെങ്കിലും ടൈറ്റിലോ എന്തെങ്കിലും കമ്പനി നെയിം എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അത് അവിടെ ആഡ് ടെക്സ്റ്റ് എന്നാണ്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ബോക്സ് വരും. അതിൽ നമുക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് ആ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ സൂപ്പർ എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. സൂപ്പർ മാർട്ട്. സൂപ്പർ മാർട്ട് ടൈപ്പ് കൊടുത്ത് ഇനി ഇതിൻ്റെ സ്റ്റൈല് മാറ്റണമെങ്കിൽ സ്റ്റൈലിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതിൽ ഏതാ ഇഷ്ടമുള്ളത് നോക്കിയിട്ട് അത് കൊടുക്കുക. കളർ ചേഞ്ചിങ് ഇത് അവിടെ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കളർ വേണമെങ്കിൽ കൊടുക്കുക. ഇതിനും വല്ല അഡീഷണൽ എന്തെങ്കിലും പേര് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഇത് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇതിപ്പോൾ സേവ് ചെയ്യണമെങ്കിൽ ഇവിടെ പോയി സേവ് ആൻഡ് ഡൗൺലോഡ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മളെ ഇമെയിൽ ഐ ഡി കൊടുക്കുക. ഇത് നേരെ ഡൗൺലോഡ് ആയി ഇമെയിൽ ഐ ഡിക്ക് വരിക ചെയ്യുക. ഇമെയിൽ ഐ ഡി കൊടുത്തു, സേവ് ആൻഡ് കണ്ടിന്യൂ. മെയിൽ പോകുന്നുണ്ട്. ഓക്കെ, ഇത് ഒഴിവാക്കുക. എന്നിട്ട് നേരെ നമ്മളെ മെയിൽ ബോക്സിൽ പോയി നോക്കിയാൽ അവിടെ വന്നിട്ടുണ്ടാവും. നെറ്റ് കുറച്ച് സ്ലോ ആണ് തോന്നുന്നത്. ഇതോടെ നമ്മളെ ഫയലിൽ പോയി നോക്കാം. ഡൗൺലോഡ് ആയിട്ടുണ്ട്.
ഫയൽ ഫയലിൽ ഡൗൺലോഡ്സിൽ കയറാം. എന്താ കണ്ടോ, നമ്മളെ ലോഗോ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി എഡിറ്റ് ചെയ്യണമെങ്കിൽ തന്നെ അതിൽ പോയിട്ട് നേരത്തെ ഒരു